ഹൈപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ടീസർ ഇന്നലെ പുറത്തിറക്കി. ഞായറാഴ്ച വൈകിട്ട് 7:07 ടീസർ പുറത്തിറക്കിയത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടിയാണ് ടീസർ പുറത്തിറക്കിയത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിൽ എത്തുക. സോഷ്യൽ മീഡിയയിൽ വൻ വരവേൽപ്പാണ് എമ്പുരാന്റെ ടീസറിന് ആരാധകർ നൽകുന്നതും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായി ടീസർ റിലീസ് ചെയ്തിട്ടുമുണ്ട്. 2019 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ തുടർച്ചയായി എത്തുന്ന സിനിമയാണ് L2 എമ്പുരാൻ. പൃഥ്വിരാജ് ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. എല്ലാ വിജയങ്ങളും നേരുന്നു. ഇത് മലയാള സിനിമയുടെ വിജയമാകട്ടെ, നമുക്ക് എല്ലാവർക്കും അതിന്റെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ടീസർ പുറത്തിറക്കിയ ശേഷം മമ്മൂട്ടി പറഞ്ഞു. ചിത്രത്തിന്റെ നിർമ്മിതാക്കളായ ആശീർവാദ് സിനിമാസിന്റെയും ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ഔദ്യോഗിക യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ടീസർ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയിരിക്കുന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയവർ ടീസർ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് മലയാളത്തിൽ നിർമ്മാണ പങ്കാളിയാകുന്ന ആദ്യ ചിത്രം കൂടിയാണ് എമ്പുരാൻ. 2019 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ തുടർച്ചയായി എത്തുന്ന L2 എമ്പുരാൻ 8 സംസ്ഥാനങ്ങളിലും 4 രാജ്യങ്ങളിലുമായി 14 മാസം കൊണ്ടാണ് എമ്പുരാൻ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ മഞ്ജു വാര്യർ, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത്, ഫാസിൽ, സാനിയ അയ്യപ്പൻ, പൃഥ്വിരാജ്, നൈല ഉഷ, അർജുൻ ദാസ് തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. കഴിഞ്ഞ വർഷം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 എമ്പുരാനിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ എബ്രഹാം ഖുറേഷി ആദ്യ പോസ്റ്റർ പുറത്തു വന്നത്. സ്റ്റൈലിഷ് ലുക്കിലുള്ള എബ്രഹാം ഖുറേഷിക്ക് വൻ വരവേൽപ്പാണ് ആരാധകർ നൽകിയിരുന്നത്. ചിത്രത്തിൽ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു. ടൊവിനോയുടെ ജന്മദിനമായ ജനുവരി 21 പവർ ഈസ് ആൻ ഇല്യൂഷൻ, അധികാരം എന്നത് മിഥ്യയാണ് എന്ന ടാഗ് ലൈനോടെയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി 2 മാസം കൂടി കാത്തിരിക്കാം.